ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരം നഗരത്ത്. നഗരവീഥിയിലൂടെ തടിച്ച ശരീരവും കുട്ടികളുടെ മനസ്സുമായി നടന്നുപോയ ഒരാൾ. അയാളെ തിരുവനന്തപുരത്തുകാർ സ്നേഹത്തോടെ ബാലയണ്ണൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് NL ബാലകൃഷ്ണൻ. തിരുവനന്തപുരം പൗടിക്കോണത്ത്, ചെമ്പഴന്തിക്കടുത്തുള്ള പൗടിക്കോണത്ത് ജനിച്ചു. അച്ഛൻ നാരായണൻ, അമ്മ ലക്ഷ്മി. ഫൈനാൻസ് കോളേജിൽ നിന്നും, അതായത് ഇന്നത്തെ ഫൈനാൻസ് കോളേജിൽ നിന്നും, തിരുവനന്തപുരത്തുള്ള ഫൈനാൻസ് കോളേജിൽ നിന്നും ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും ഡിപ്ലോമ എടുത്തു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം കേരള കൗമുദി ദിനപത്രത്തിന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായി മാറി. അന്ന് കേരള കൗമുദിയുടെ മറ്റൊരു ഗ്രൂപ്പായ കലാകൗമുദി ഫിലിം മാഗസിൻ ഇറക്കിയിരുന്ന കാലം. ഫിലിം മാഗസിന് വേണ്ടി ഒരുപാട് ഫോട്ടോകൾ എടുക്കാനുള്ള നിയോഗം അദ്ദേഹത്തിന് ഉണ്ടായി. അരവിന്ദനുമായും ഭരതനുമായും ഒക്കെ ശക്തമായ ബന്ധം അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. അദ്ദേഹം അരവിന്ദന്റെയും അടൂരിന്റെയും ഒക്കെ ആദ്യകാല ചിത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. കേരളകൗമുദിയിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് രസകരമായ ഒരു സംഭവം കാരണമാണ്. ബാലയണ്ണൻ അമ്മയ്ക്ക് ശ്രാദ്ധമിടാൻ വാവനാളിൽ ശംഖുമുഖത്തേക്ക് പോയി. അന്നത്തെ ദിവസം കേരള കൗമുദിക്ക് അത്യാവശ്യമായി ചില ഫോട്ടോകൾ ആവശ്യമുള്ള ദിവസമായി. ശ്രാദ്ധമിട്ട ബാലയണ്ണൻ അന്ന് ജോലിക്ക് ജോയിൻ ചെയ്തില്ല. പിറ്റേ ദിവസം അന്നത്തെ കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന മണിസർ ബാലയണ്ണനെ വഴക്കു പറഞ്ഞു. ബാലയണ്ണന് ദേഷ്യവും സങ്കടവും വന്നു. കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. ഈ കേരള കൗമുദിയുടെ ക്യാമറ അടിച്ചു പൊട്ടിച്ചു ബാലയണ്ണൻ. അത് വലിയ വിവാദമായി മാറി. കേരള കൗമുദി മാനേജ്മെന്റ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ബാലയണ്ണൻ ഒളിവിലായി. ബാലയണ്ണനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു, ലീഡർ കരുണാകരൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആ കേസ് ഒത്തുതീർപ്പാക്കി മാറ്റി. പിന്നീട് ബാലയണ്ണൻ അഭിനയ രംഗത്തേക്ക് എത്തി. രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത അമ്മാനം കിളിയാണ് അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രം. പിന്നീട് അങ്ങോട്ട് ബാലയണ്ണൻ ഒരുപിടി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഓർക്കാപ്പുറത്ത്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, പട്ടണപ്രവേശം, മിസ്റ്റർ ഡേവിഡ്, വർണ്ണം, സാന്ദ്രം, ഡോക്ടർ പശുപതി, കൗതുക വാർത്തകൾ, അപരാഹ്നം, ഉത്സവമേളം, സ്ഫടികം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ജോക്കർ, അതിശയൻ, ഇൻസ്പെക്ടർ ഗരുഡ്, ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ, തിരക്കഥ, പകൽ നക്ഷത്രങ്ങൾ തുടങ്ങി കുറേയേറെ ചിത്രങ്ങൾ. തടിച്ച ശരീരം അഭിനയത്തിന് വഴങ്ങുമെന്ന് ബാലയണ്ണൻ തെളിയിച്ചു. ബാലയണ്ണനെ പറ്റി പല രസകരമായ കഥകളുമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കൈക്കൂലി പാവിയായ, എന്ന് വെച്ചാൽ കൈക്കൂലി വാങ്ങിയാൽ മാത്രം ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പേര് ജയസിംഹൻ. നല്ല സർജനായിരുന്നു അദ്ദേഹം. പക്ഷേ കൈക്കൂലി വാങ്ങും. ബാലയണ്ണന്റെ അമ്മയ്ക്ക് സർജറി ആവശ്യമായി വന്നു. ഡോക്ടർ കൈക്കൂലി ചോദിച്ചു അത്രേ. ബാലയണ്ണൻ ഒരു ദിവസം ഡോക്ടറുടെ തിരുവനന്തപുരം കുമാരപുരത്തുള്ള വീട്ടിലെത്തി. കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഡോക്ടർ ഇറങ്ങി വന്നതും ഒറ്റ ഇരി മൂക്കിൽ. പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നത് പോലെ ഡോക്ടറുടെ മൂക്കിൽ നിന്നും ചോര ചീറ്റി. അതും കേസായി. പക്ഷേ അതിൽ നിന്നും ബാലയണ്ണൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ബാലയണ്ണൻ നമ്മുടെ വിജയശ്രീയുടെ അച്ഛൻ, ആത്മഹത്യ ചെയ്ത നടി വിജയശ്രീയുടെ അച്ഛൻ നാരായണൻ നായരുമായി സ്റ്റാച്യൂവിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ വിജയശ്രീയുടെ അച്ഛൻ നല്ലൊരു ഗുസ്തിക്കാരനായിരുന്നു. അത് ബാലയണ്ണൻ അറിഞ്ഞു. ബാലണ്ണനും നാരായണൻ നായരും ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി. നാരായണൻ നായർ ബാലയണ്ണനെ തൂക്കിയെടുത്ത് തറയടിച്ചു. ബാലയണ്ണൻ വീണുപോയി. പിന്നീട് കണ്ടോണ്ടുന്ന പോലീസുകാരും ആൾക്കാരും എല്ലാം കൂടെയാണ് ബാലയണ്ണനെ പിടിച്ചെണീപ്പിച്ചത്. അപ്പോഴാണ് ബാലയണ്ണൻ മനസ്സിലായത് ഇദ്ദേഹം നല്ലൊരു ഗുസ്തിക്കാരനാണ്. എനിക്ക് വ്യക്തിപരമായി ബാലയണ്ണനോട് ഒരുപാട് കടപ്പാടുണ്ട്. ഞാൻ DC ബുക്സിൽ എഡിറ്ററായിരുന്ന കാലത്ത് ഷാപ്പ് കഥകൾ, ഷാപ്പ് പാട്ടുകൾ എന്ന 2 പുസ്തകം എഴുതി. ആ പുസ്തകം പ്രകാശനം ചെയ്തത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട ബാലയണ്ണനായിരുന്നു. ബാലയണ്ണൻ അന്ന് തന്റെ മദ്യപാനത്തെക്കുറിച്ചും മദ്യപാനത്തിന്റെ ലഹരിയെക്കുറിച്ചും മദ്യപാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. പ്രേം നസീറുമായി ഒരുമിച്ച് മദ്യപിച്ചിട്ടുണ്ടെന്ന് ബാലയണ്ണൻ അന്ന് തുറന്നു പറഞ്ഞു. നെടുമുടി വേണു മദ്യപിച്ചാൽ അലമ്പാവുന്ന സ്വഭാവമാണെന്ന് ബാലയണ്ണൻ തുറന്നു പറഞ്ഞു. അങ്ങനെ വിവാദപരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം അന്ന് നടത്തിയത്. ബാലയണ്ണൻ ജീവിതത്തിൽ
വലിയ പണമൊന്നും ഉണ്ടാക്കിയില്ല. നല്ല കലാകാരന്മാർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതുപോലെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്നുള്ളത് സത്യം, സാമ്പത്തികമായി. പക്ഷേ കിട്ടുന്ന പണമൊക്കെ സ്വരുക്കൂട്ടിച്ച് തന്റെ കുടുംബത്തിൽ എത്തിക്കുമായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനത്തിനും പ്രസംഗത്തിനും ഒക്കെ പണം കൊടുക്കുമായിരുന്നു. അത് സിഗരറ്റ് ഒഴിഞ്ഞ സിഗരറ്റ് പാക്കറ്റിനകത്ത് വെച്ചും അല്ലെങ്കിൽ തേയില പാക്കറ്റിനകത്ത്, ഒഴിഞ്ഞ തേയില പാക്കറ്റിനകത്ത് വെച്ചുമാണ് കൊണ്ടുപോകുന്നത്. അത്ര നിഷ്കളങ്കനായി. മോഹൻലാലുമായി അസാധ്യമായ ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മോഹൻലാൽ അദ്ദേഹത്തെ ഒരുപാട് സിനിമകളിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത്, നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മോഹൻലാൽ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാലണ്ണൻ അന്തരിച്ചത് 2014 ഡിസംബർ 25. 72 വയസ്സായിരുന്നു പ്രായം. ബാലണ്ണൻ മരിച്ചപ്പോ ആരും ആചാരവടിയൊന്നും വെച്ചില്ല. ആരും വലിയ സിനിമാക്കാരെ ആരെയും അവിടെ കണ്ടതുമില്ല. ഞാൻ അവിടെ എത്തിയപ്പോ സിനിമാ താരങ്ങളുടെ ഒരൊഴുക്കം കണ്ടില്ല. നിശബ്ദനായി ഞാൻ നിന്ന് ബാലണ്ണന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബാലണ്ണൻ മരിക്കുമ്പോൾ ഒരുപാട് പേർ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവരുടെ കുടുംബത്തിന് നിരാശയായി ബാക്കി. ശരിയാണ്, ബാലണ്ണൻ മരിക്കുമ്പോൾ എത്തേണ്ട അനിവാര്യത മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നുമില്ല. പക്ഷെ ഇവിടെ കുറെ സിനിമാ സംഘടനകളുണ്ട്, അവർ പോലും എത്തിയില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫി അവാർഡ് അതൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു. ആരും ചെയ്തില്ല. ബാലണ്ണൻ അതൊന്നും ആവശ്യപ്പെട്ടതുമില്ല. അനന്തപുരിയുടെ രാജവീതിയിലൂടെ തടിച്ച ശരീരവും കുട്ടികളുടെ മനസ്സുമായി അദ്ദേഹം അങ്ങനെ നടന്നുപോയി. കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന ബാലണ്ണൻ എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആർദ്രമായ നനുത്ത കണ്ണീരുറവുള്ള ഒരു ഓർമ്മയാണ്. അത്ര നിഷ്കളങ്കനായിരുന്നു ആ മനുഷ്യൻ. സിനിമയിലെ ജാതിയെക്കുറിച്ചും ജാതി വെറുകളെക്കുറിച്ചും ഒക്കെ പേഴ്സണലായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിലകൻ മലയാള സിനിമയിലെ തമ്പുരാക്കന്മാരുമായി ഏറ്റുമുട്ടി നിൽക്കുമ്പോൾ തിലകന് പിന്തുണ പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ബാലണ്ണൻ. പക്ഷെ അദ്ദേഹത്തിന് ഓപ്പണായി അത് പറയാൻ പറ്റില്ലായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിലകൻ നടത്തിയ ഫൈറ്റ്, തിലകൻ നടത്തിയ യുദ്ധം അത് ശരിയായിരുന്നു, അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ വേണമായിരുന്നു. അതൊക്കെ ബാലണ്ണൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാലണ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് MK ബുക്സ് ഇട്ടിരുന്ന മോഹനായിരുന്നു. മോഹൻ ചേട്ടന്റെ കടയിൽ എപ്പോഴും സ്ഥിരമായി എത്തുമായിരുന്നു അദ്ദേഹം. അവിടെ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞ് 2 സ്മാളൊക്കെ അടിച്ച് പോകുന്ന ബാലണ്ണൻ തിരുവനന്തപുരത്തുകാർക്ക് മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ്. നല്ല കലാകാരനെ സ്നേഹിക്കുന്നവർക്ക് മറക്കാനാവാത്ത